മത്തൻ കുരുമുളകിട്ട കറി. കുരുമുളകിട്ടതെന്ന് പറയുമ്പോൾ കുരുമുളകിൻ്റെ അതിപ്രസരമൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഒരു മൈൽഡ് സ്പൈസി ആയിട്ടുള്ള വയറിന് നല്ലൊരു കംഫർട്ടബിലിറ്റി തരുന്ന ഒരു കറിയാണിത്. ചോറിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 400 ഗ്രാം മത്തനാണ്. തോലോടുകൂടി നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു മോഡറേറ്റ് സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഒരു ക്വാണ്ടിറ്റി ഒരു 3 മുതൽ 4 പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും കേട്ടോ. മത്തൻ്റെ കഷ്ണങ്ങൾ ഉപ്പ് മാത്രം ചേർത്ത് പാകത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കരിയാതിരിക്കാൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 മുതൽ 2 ടീസ്പൂൺ വരെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. രണ്ടും പൊടിയായിട്ട് അരിയാം, ഇല്ലെങ്കിൽ നീളത്തിലും അരിയാം. രണ്ടും ചേർത്ത് കൊടുത്തിട്ട് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അതിന് പാകത്തിനുള്ള അളവിൽ പച്ചമുളക് എടുത്താലും മതി. ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിലരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. മൊരിയൊന്നും വേണ്ട. ഒരു 1.5 മിനിറ്റിനുള്ളിൽ തന്നെ ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. അതിനുശേഷം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം നന്നായിട്ട് പൊടിച്ച കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. പൊടികൾ വഴറ്റി കൊടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിരുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ചേർക്കേണ്ടത് നല്ല പുളിയുള്ള തക്കാളി, ഒരു മീഡിയം സൈസിലുള്ളത് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തക്കാളി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം വാളൻപുളി എടുത്താലും മതി. തക്കാളി ചേർത്ത് ഒരു 20 സെക്കൻഡ് വഴറ്റിയ ശേഷം നമ്മൾ മത്തൻ കുക്ക് ചെയ്ത് വെച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ വെള്ളം അതിലൊരൽപ്പം ചേർത്ത്, തക്കാളി വേവാൻ വേണ്ട പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് ഒരു 30 സെക്കൻഡ് നേരം മാത്രം വേവിച്ചാൽ മതി. അതിൽ കൂടുതൽ വേണ്ട. 30 സെക്കൻഡിന് ശേഷം അടപ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച് മത്തൻ ചേർത്ത് കൊടുക്കാം. ബാക്കി അതിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, മത്തൻ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതിൽ അല്പം ചേർത്ത് കൊടുക്കാം. പാകത്തിന് ചേർത്ത് കൊടുക്കാം. കാരണം ഇതൊരു സെമി ഗ്രേവി ടൈപ്പ് കറിയാണ്. ഈ സമയത്ത് തന്നെ ഉപ്പും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മത്തൻ വേവിച്ചപ്പോൾ അതിൽ പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അത് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യലായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരകിയ തേങ്ങയാണ്. ചിരകിയ തേങ്ങ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ഇതിലേക്ക് ചേർക്കാം. ഇത് രണ്ടും ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു ചെറിയ തിള വരാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെ രുചി, തേങ്ങയുടെ പാല് ഒക്കെ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മുടെ വയറിന് നല്ലൊരു സുഖം തരും അത്. ആ ഒരു തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.